കുറേ ദിവസമായില്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് പെരുന്നാളും കാര്യങ്ങളും തിരക്കൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ബ്ലാക്ക് കളർ ക്ലോത്ത് കൊണ്ട് നമ്മൾ നല്ലൊരു കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുർത്തിയല്ല, കുറച്ചൊരു ടോപ്പ്, അതായത് നമ്മൾ ജീൻസിലേക്കും പലാസോയിലേക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള അധികം ലെങ്തി ഇല്ലാത്ത ഒരു മുട്ടിൻ്റെ മുകളിലായിട്ടൊക്കെ വരുന്ന ഒരു ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ ഡിസൈൻ വെച്ച് കൊടുക്കുന്നത്. ബാക്ക് പീസ് നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബ്ലാക്ക് കളർ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അതിലൊരു വൈറ്റ് കളർ പൂക്കൾ കൂടി വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ക്ലോത്തിന് നമ്മൾ വെറും 110 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 മീറ്റർ ക്ലോത്ത് കൊണ്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെറും 200-220 രൂപയ്ക്ക് നല്ലൊരു അടിപൊളി നമ്മൾ ഈ മീഷോന്നും മിന്ത്രയെന്നൊക്കെ വാങ്ങുന്ന ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള കോട്ടൺ ക്ലോത്ത്, ഒരു കോട്ടൻ്റെ ടോപ്പുകൾ ഉണ്ടാവുമല്ല, അങ്ങനെ ഒരു ഡ്രസ്സാണ് ഇപ്പോൾ തയ്ക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരൊക്കെ വീഡിയോ മുകളിലായിട്ട് കാണുക. കണ്ടതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്ലോത്ത് 2 മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ബാക്ക് പീസ് മാത്രമാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് പീസ് മാത്രം ആയതുകൊണ്ടാണ് 2 മടക്കിയിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തുക, അതായത് ടോപ്പ് എത്രയാണോ ലെങ്ത്ത് അത് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് ഞാൻ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. നമ്മൾ എത്രയാണോ അളവെടുക്കുന്നത് അതിൻ്റെ 2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത്. താഴ്ഭാഗം മടക്കി തയ്ക്കാനും മുകൾ ഭാഗം ഷോൾഡറിൻ്റെ അവിടെ കൂട്ടി തയ്ക്കുമ്പോൾ വരുന്നതും ഒക്കെ കൂടെ ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ടിൻ്റെ മുകളിലായതുകൊണ്ട് ഒരു 30-35 ആ ഒരു അളവിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷോൾഡർ 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു ഇഞ്ച് താഴേക്കായിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ആ 1 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി അവിടെ നിന്ന് വേണം നമ്മൾ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ വേസ്റ്റ് ലെങ്ത്ത്, അതായത് നമ്മുടെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം, വണ്ണം കുറഞ്ഞ നമ്മുടെ അളവാണ് വേസ്റ്റ് ലെങ്ത്ത്, അത് അടയാളപ്പെടുത്തി. പിന്നെ ഹിപ്പ് ലെങ്ത്ത്, അത് നമ്മുടെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗത്തുള്ള ലെങ്ത്തുമാണ് ഇപ്പോൾ അടയാളപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ നമ്മൾ കൈക്കുഴിക്ക് അടയാളപ്പെടുത്തിയ 7 ഇഞ്ച് താഴേക്കായിട്ട് അവിടെ നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് എത്രയാണോ നമ്മൾ ബോഡിയിൽ നിന്ന് കറക്റ്റ് നമ്മളെടുത്ത അളവ് എത്ര ഉണ്ടോ ആ അളവിനെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചിട്ട് ആ അളവും +2, അതായത് തയ്യൽ തുമ്പ് 2 കൊടുത്തിട്ടുള്ളത്. അതവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. പിന്നെ നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തിയില്ലേ, അവിടെ നമ്മൾ വേസ്റ്റ് റൗണ്ട് നമ്മൾ മൊത്തത്തിൽ നമ്മൾ ബോഡിയിൽ അളവെടുത്ത ആ ഒരു അളവ്, അതായത് ഇപ്പം നമ്മൾ 40 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 10 കിട്ടും. 10 + 2 അത് തയ്യൽ തുമ്പാണ് കേട്ടോ. അതവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഹിപ്പ് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്ത് നമ്മൾ ഹിപ്പ് റൗണ്ടും ഇതേപോലെ 4 കൊണ്ട് ഹരിച്ചാൽ നമ്മൾ ഹിപ്പിൻ്റെ റൗണ്ടാണ് ഏറ്റവും വീതി ഉണ്ടാവുക നമുക്ക്. അപ്പോൾ അത് എത്രയാണോ ഉള്ളത് അതിനെ 4 കൊണ്ട് ഹരിച്ചിട്ട് ആളോ തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൊടുത്ത് ഒക്കെ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുത്ത് ഇവിടെ കൈക്കുഴിയും കൂടി നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. കൈക്കുഴി വരച്ചതിന് ശേഷം നമുക്ക് കൈക്കുഴി കറക്റ്റ് ആണോ എന്ന് നോക്കാം. അതായത് നമുക്കിപ്പോൾ 21 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 10.5 ഇഞ്ച് വരും, +2 വരും, അതായത് തയ്യൽ തുമ്പ് 2 ഇഞ്ച് ഉണ്ടോ എന്നൊക്കെ നോക്കി എടുക്കണം. എന്നിട്ട് ഹിപ്പ് വരെ നമ്മൾ കറക്റ്റായിട്ട് വരച്ച് താഴേക്ക് പിന്നെ ഇങ്ങനെ നമ്മൾ ഒരു ലൈൻ കുർത്തി പോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അല്ലാതെ ഓപ്പണൊന്നുമില്ല. അങ്ങനെ നേരെ കണ്ട് വരച്ചിട്ട് ചെറുതായിട്ടൊരു 1 ഇഞ്ച് മുകളിലേക്കായിട്ട് വെച്ചിട്ട് ചെറിയൊരു ഷേപ്പ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഷേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലേക്കൊക്കെ ഒന്ന് തൂങ്ങാതെ നല്ല വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറിയതായിട്ടൊരു നമ്മൾ കർവ് പോലെ വരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് ഇതോടുകൂടി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ 2 മീറ്റർ ക്ലോത്ത് കൊണ്ട് തന്നെ ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ തയ്ക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആ ക്ലോത്ത്, ബാക്കിയുള്ള ക്ലോത്ത് ഇതുപോലെ 2 മടക്കിയിട്ടിട്ടുണ്ട്. 2 മടക്കിയിട്ടിട്ട് നമ്മൾ ഓപ്പണുള്ള ഭാഗമാണ് ഞാൻ എൻ്റെ ഭാഗത്തേക്കായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒന്ന് ഫോൾഡായിട്ട് കിടക്കുന്നത് ഈ ഒരു സൈഡ്, സൈഡിലാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തേക്കായി കാണുന്നത് ഓപ്പണുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 10 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. 10 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവിൻ്റെ അത്ര എടുക്കണം. 9 ഇഞ്ച് എക്സ്ട്രാ 1 ഇഞ്ചാണ്. അതാണ് ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് 9 ഇഞ്ച് +1, അതായത് 10 ഇഞ്ച് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് താഴെയും 1/2 ഇഞ്ച് മുകളിലും വരുന്ന രീതിയിൽ എടുക്കുന്നുണ്ട്. നമുക്കൊരു ഏകദേശം നമ്മുടെ ചെസ്റ്റിൻ്റെ അളവിൽ വരെ ഉള്ള പീസാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഞൊറി വെച്ച് താഴേക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് അടയാളപ്പെടുത്തിയ ലെങ്ത്ത് നമ്മൾ 9 ഇഞ്ച് +1 അങ്ങനെ 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇവിടെ ഓപ്പണായി കിടക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ 2 ഇഞ്ച് ഇങ്ങനെ ജസ്റ്റ്, അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കാനുള്ള ഭാഗത്തിന് പോലെ നമ്മളവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു. 2 ഇഞ്ച് അളവിൽ ഞാനൊരു ഇട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ആ ഒരു 2 ഇഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഷോൾഡർ 7 ഇഞ്ച്, പിന്നെ താഴേക്ക് നമ്മൾ കൈക്കുഴിക്ക് 7 ഇഞ്ച്, അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തില്ല അതേപോലെ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അത് കൊടുത്തതിന് ശേഷം ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ എത്രയാണോ അത് നേരത്തെ അടയാളപ്പെടുത്തിയില്ല, അതന്നെ ഇവിടെയും അടയാളപ്പെടുത്താം.
എന്നിട്ട് നമ്മളിതാ എന്താ പറയുക ഷോൾഡറും അവിടെ നിന്ന് ആ 2 ഇഞ്ച്, അതായത് നമ്മൾ മാർക്ക് ചെയ്ത ആ 2 ഇഞ്ച് എൻ്റെ ഭാഗത്ത്, ഞാൻ നിൽക്കുന്ന ഭാഗത്തു നിന്ന് ആ ഭാഗത്താണ് ഓപ്പൺ വരുന്നത്, ക്ലോത്തിൻ്റെ 2ആക്കി മടക്കിയിട്ട് ഓപ്പൺ വരുന്നത്. അവിടെ നിന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് വേണം ബാക്കി നമ്മുടെ അളവുകളൊക്കെ കൊടുക്കാൻ. ചെസ്റ്റ് എത്രയാണോ നമ്മൾ എടുത്തത് അതിന് 4 കൊണ്ട് അരിച്ചിട്ടുള്ള ഭാഗവും 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ട് അത് തന്നെയാണ് നമ്മൾ ആ 10 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇവിടെ ചെറിയൊരു കറുവ പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒരു ഷേപ്പ് കിട്ടാൻ. താഴേക്ക് ഇങ്ങനെ സൈഡ് 2 തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വളവ് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഏറ്റവും മുകളിലേക്കുള്ള പാർട്ട്. ഇനി 3 പാർട്ടായിട്ടാണ് നമ്മൾ ഫ്രണ്ട് ഭാഗം ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കൈക്കുഴിയൊക്കെ കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് ഇത്രയും ഭാഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന അത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും മുകളിലുള്ള പാട്ട്, കൈക്കുഴിയും കാര്യങ്ങളൊക്കെ ചെസ്റ്റിൻ്റെ അടയാളക്കുള്ള ആ ഭാഗം കേട്ടോ. നമ്മൾ അതിൻ്റെ നേരെ താഴേക്കായിട്ട് അതിൽ ഇച്ചിരി ഞൊറി ഇട്ട് കൊടുത്തിട്ടുള്ള പാർട്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മളിതാ വീണ്ടും ഇതേപോലെ തന്നെ ക്ലോത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എത്രയാണ് നമ്മൾ പിന്നെ നമ്മുടെ വീതിക്കനുസരിച്ച് ഇപ്പോൾ 2ആക്കി മടക്കി ഒരു സൈഡ് ഓപ്പൺ ഒരു സൈഡ് ഫോൾഡായിട്ടും കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പണുള്ള ഭാഗമാണ് നമ്മുടെ സൈഡിലേക്ക് വരുന്നത്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ നമുക്ക് മുൻഭാഗത്ത് കുറച്ചൊരു ഞൊറിവ് വരണം. അപ്പോൾ മുകളിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്ത ക്ലോത്തിനേക്കാൾ ഒരു 3-4 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതായത് അധികം ഞൊറിയൊന്നും വേണ്ട, ഒരു 2-3 ഞൊറി മതി. അതിനാണെങ്കിൽ നമ്മളൊരു 3 ഇഞ്ചോ 4 ഇഞ്ചോ എക്സ്ട്രാ വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത തുണിയേക്കാൾ ഇപ്പോൾ ഇനി താഴേക്ക് കണ്ടോ ഉള്ള തുണി വീതി ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഭാഗത്തിനേക്കാൾ എക്സ്ട്രാ വരുന്നുണ്ട് നമ്മൾ ഈ ഒരു തുണിയുടെ വീതി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ ചെയ്യണത് 2 ഇഞ്ച് പിന്നെയും നമ്മളിവിടെ അടയാളപ്പെടുത്തുകയാണ് കേട്ടോ. അതായത് നമുക്ക് മുൻഭാഗത്ത് നമ്മൾ ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ 2 ഇഞ്ച് കൊടുക്കണം. അപ്പോൾ വീണ്ടും ഞാനൊരു 10 ഇഞ്ചാണ് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതായത് എൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് 30 ഇഞ്ചാണ്. 30 ഇഞ്ചാവുമ്പോൾ നമുക്ക് 10 ഇഞ്ച് എന്നുള്ള രീതിയിൽ വരണം. ആ എക്സ്ട്രാ നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമുക്ക് തയ്ച്ച് വരുമ്പോൾ അതിനനുസരിച്ച് പിന്നെ ഇവിടെ കൂട്ടി തയ്ക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് നമുക്ക് തയ്ക്കാൻ വേണമല്ലോ. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ തുണികൾ കട്ട് ചെയ്തെടുക്കാൻ. അതിന് ശേഷം നമ്മളിതാ 2 ഇഞ്ച് വീണ്ടും ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കാനുള്ള ഭാഗമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതാ ഈ ഒരു ഡ്രസ്സിൻ്റെ ഈ ഒരു മുകളിൽ കട്ട് ചെയ്ത ആ ഭാഗമല്ലേ, ആ ഭാഗത്തിൻ്റെ അളവ് കറക്റ്റാക്കി കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു തുണിയുടെ വീതി കറക്റ്റാണ്. കാരണം ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ എക്സ്ട്രാ വരുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ നമുക്കിതാ ഇവിടെ ബട്ടൺസ് വെച്ചാൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ്. അപ്പോൾ ഒരു 2-3 ഞൊറി വന്നാൽ മതി, അധികം വേണ്ട. കൂടുതൽ വരുമ്പോൾ ഒക്കെ കൂടെ ഒരു ബോറായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം കൂടുതൽ ഞൊറി വരുമ്പോൾ നമ്മൾ കൂടുതൽ വണ്ണം തോന്നും. പിന്നെ നമുക്ക് 2 ഇഞ്ച് 2-3 ഞൊറി മതി. അതുകൊണ്ട് തന്നെ 3 ഇഞ്ച് 4 ഇഞ്ച് എക്സ്ട്രാ തുണി ഉണ്ടായാൽ മതി. അപ്പോൾ ഇത് കറക്റ്റാണ് ഈ ഒരു ക്ലോത്ത് കേട്ടോ. അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നേരെ താഴേക്ക് ഉള്ള ക്ലോത്താണ് നമ്മൾ ഇനി അതിൻ്റെ നേരെ താഴേക്കുള്ള ഞൊറിവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇത്ര വീതി വരുന്നുണ്ട്. അപ്പോൾ അതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടി ഒരു 4-5 ഇഞ്ച് എക്സ്ട്രാ വരണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യണത് എന്താ വെച്ചാൽ ഈ ഒരു ക്ലോത്തിന് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എത്രയാണോ നമ്മുടെ ലെങ്ത്ത് വീണ്ടും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടോപ്പിനനുസരിച്ച് അത് ഓരോരുത്തരുടെയും ടോപ്പ് ഓരോ ലെങ്ത്ത് ആയിരിക്കും. അപ്പോൾ ഞാൻ 28 ഇഞ്ചാണ് ടോപ്പ് കറക്റ്റ് ലെങ്ത്ത് ഉള്ളത്. അത് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയാണ് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും നമുക്ക് എന്ത് ചെയ്യണം 30 ഇഞ്ച് വരണം. അപ്പോൾ അത് 10 ഇഞ്ച് എന്നുള്ള രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ 10 ഇഞ്ച് തന്നെ ഇപ്പം ഈ ഒരു പീസിലും ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്ത് നമ്മുടെ ബട്ടൺസ് വെക്കാനുള്ള ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഇഞ്ച് ഞാൻ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ക്ലോത്ത് കേട്ടോ. ഇപ്പം നമ്മൾ രണ്ടാമത്തെ പീസ് കട്ട് ചെയ്തില്ലേ, അത് കറക്റ്റ് ആയിരിക്കും ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തത്. പിന്നെ ഒന്നും കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടണം. അതായത് ഞൊറി വിടാനുള്ള ക്ലോത്ത് നമുക്ക് അതിലുണ്ടാവില്ല. അപ്പോൾ മൂന്നാമത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ഇത്തിരി മതി, കുറച്ച് ഞൊറിവായതുകൊണ്ട് ഒരു 5-6 ഇഞ്ച് വീതിയിൽ ഞാൻ ഇവിടുന്ന് ഒരു ഇപ്പോൾ കാണുന്ന പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്താ വെച്ചാൽ 2 പീസുണ്ട്. ഇപ്പോൾ 2ആക്കി മടക്കിയിട്ടുണ്ടല്ലോ ക്ലോത്ത്, അതുകൊണ്ട് 2 പീസുണ്ട്.
അതായത് ഞാൻ ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ആ ഒരു 10 ഇഞ്ച് ചെസ്റ്റിൻ്റെ ഭാഗമുള്ള വരെ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തു. ആ അളവിനേക്കാൾ നമ്മൾ ഇത്തിരി ഞൊറിവ് ഒരു 2-3 ഞൊറിവ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ നേരെ താഴേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു 4 ഇഞ്ച് എക്സ്ട്രാ തോന്നുന്ന ക്ലോത്ത് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ താഴേക്ക് നമ്മൾ ക്ലോത്ത് കറക്റ്റ് എടുത്തിട്ട് പിന്നെ അതിന് ഞൊറിവിടാനുള്ള തുണി നമ്മൾ എക്സ്ട്രാ ഒരു 5 ഇഞ്ച് വീതിയിലും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും ഒന്നും കൂടി മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇനി സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവ് നമുക്ക് എത്രയാണോ ലെങ്ത്ത് അതിനേക്കാൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കൈക്കുഴിയുടെ ലെങ്ത്ത് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് ഇങ്ങോട്ടായിട്ടൊന്ന് അടയാളപ്പെടുത്തി ഇങ്ങനെ ജസ്റ്റ് കുത്തനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ വരച്ചു കൊടുത്തതിൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തിയിട്ട് മുകളിൽ നിന്ന് ആ സെൻറ്റർ ഭാഗത്തേക്ക് ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് സെൻറ്റർ ഭാഗത്തിന് താഴേക്ക് ഇപ്പുറ സൈഡിലും കൂടെ വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കൈക്കുഴി കിട്ടും. അതേപോലെ നമുക്കിനി സ്ലീവ് റൗണ്ട് കൊടുക്കാം. ഞാൻ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്ലീവ് റൗണ്ടിൻ്റെ 2 ആക്കിയ അളവും അതിലേക്കൊരു 3.5 ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിവിടെ കുറച്ച് ചെറിയൊരു എലാസ്റ്റിക് വെച്ച് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയും കൂടി നോക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് മുഴുവനായിട്ടും ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. നമുക്ക് പറഞ്ഞു തരുന്നതിനേക്കാൾ കാണുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടത് ആ ക്ലോത്ത് ഇങ്ങനെ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് വീതിയിൽ അവിടെ ഒരു ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഇവിടെ 2 ഇഞ്ച് വീതിയിൽ ജസ്റ്റ് വരച്ച് കൊടുത്ത ആ ഒരു ലൈന് നമ്മൾ അപ്പുറ സൈഡിൽ കാണില്ലല്ലോ. ഈ ഒരു ഭാഗത്ത് മാത്രം വരച്ചതുകൊണ്ട് ആ 2 ഇഞ്ച് അളവ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും നമ്മൾ ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നത്. അതായത് ലൈന് എത്ര വരെ വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ഒരു സൈഡിലല്ലേ നമ്മൾ ചോക്ക് കൊണ്ട് വരച്ചിട്ടുള്ളൂ, ഈ സൈഡിൽ നമുക്കത് കാണൂലല്ലോ. അപ്പോൾ അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡത്തെ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മുകളിൽ ചെറിയൊരു കട്ടിങ് കൊടുത്തതാണ്. അത് നമുക്ക് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാനുള്ളതാണ് കേട്ടോ. ഇനി അതിൻ്റെ നേരെ താഴേക്കുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്ലോത്താണിത്. അതിലും നമ്മൾ ബട്ടൺസൊക്കെ വെക്കാനായിട്ട് 2 ഇഞ്ച് വീതിയിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഇതേപോലെ ചെറിയതായിട്ട് മനസ്സിലാവാൻ മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ബട്ടൺസ് വെക്കാനുള്ള ഭാഗം കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇനി ക്ലോത്ത് വരിക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചൊക്കെ നോക്കി തയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ലാതെ തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് ഒരേപോലെ ഇങ്ങനെ ആ ഒരു ബട്ടൺസ് വെക്കാനുള്ള ഭാഗം കറക്റ്റായിട്ട് വരുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ചെറിയൊരു കുഞ്ഞ് കട്ടിങ് കൊടുത്തതുകൊണ്ട് നമുക്കതിൻ്റെ അളവ് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ ഒരു രണ്ടാമത്തെ ക്ലോത്ത് ഉണ്ടാവുക. ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. ഉള്ളിൽ ഇങ്ങനെ നല്ല ഭാഗം പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ചീത്തഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ 2 ഇഞ്ച് ഉണ്ടല്ലോ, അതായത് ബട്ടൺസ് കൊടുക്കാനുള്ള ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് ആ ഭാഗം കറക്റ്റായിട്ട് തയ്ച്ച് വരണം കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള അവിടുന്ന് നമുക്ക് ഇങ്ങനെ ചെറിയ ഞൊറിവ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ബട്ടൺസ് വെക്കാനുള്ളത് എല്ലാ ക്ലോത്തിനും ഒരുപോലെ വരാനുള്ളതുകൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് വെച്ച് തയ്ച്ച് കൊടുക്കണം. അതിന് ശേഷം മാത്രം വേണം നമ്മൾ ഞൊറിവിട്ട് കൊടുക്കാൻ. ഇതുപോലെ ഒരു ഏകദേശം 3 അല്ലെങ്കിൽ 4 ഞൊറിവ് വരുമ്പോക്കിന് നമുക്ക് കറക്റ്റ് അളവ് വരും. അതിങ്ങനെ വെച്ച് നോക്കി സെറ്റാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ മറിച്ച് വരുമ്പോൾ ഒരു മാക്സിമം 2-3 ഞൊറിവുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു സൈഡും നമുക്ക് എന്ത് ചെയ്യണം, ഈ 2 ഇഞ്ച് നമ്മൾ ബട്ടൺസ് കൊടുക്കാനുള്ള ആ ഭാഗം കറക്റ്റ് തയ്ച്ചതിന് ശേഷം ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. നടുവിൽ മാത്രം ഒരു 3-4 ഞൊറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ നേരെ താഴേക്കുള്ള പീസും നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൽ പീസ് നമ്മൾ നേരത്തെ എടുത്തത് ഇതാണ്. അതിലും നമുക്ക് എന്തുണ്ട്, 2 ഇഞ്ച് ബട്ടൺസ് വെച്ച് കൊടുക്കാനുള്ള ഭാഗം നമ്മളിവിടെ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അത്രയും ഭാഗം നമ്മൾ ചെറുതായിട്ട് ഇതിലും കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അപ്പുറത്തെ ഭാഗത്തും നമ്മൾ ചോക്ക് കൊണ്ടൊന്ന് വരച്ച് കൊടുത്താൽ മതി. ഇവിടെ ഇങ്ങനെ ചെറിയൊരു കുഞ്ഞു കട്ടിങ് കൊടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട അളവ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് താഴേക്കുള്ള ക്ലോത്ത് എന്താവും, ശരിക്കും തുണി
അതേ ഇപ്പോൾ രണ്ടാമത്തെ ആ ഒരു തുണിയുടെ അതേ അളവായതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു 5 ഇഞ്ച് വീതിയിലുള്ള 2 തുണി 2 ഭാഗത്തേക്കുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതാണ് ഇത്. ഇപ്പോൾ ഇത് ഈ ഒരു പീസ് നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത് എടുത്തതാണ്. ഇത് നമ്മൾ ഈ 2 പീസിലും ഇങ്ങനെ 2 സൈഡിലായിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ 2 മീറ്റർ ക്ലോത്ത് കൊണ്ട് തയ്ക്കുന്നതായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു തയ്യൽ വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലോത്ത് നല്ല വീതി ഉണ്ടെങ്കിൽ നമുക്ക് വരും കേട്ടോ. അപ്പോൾ നമുക്ക് 2 മീറ്റർ ക്ലോത്ത് കൊണ്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാമല്ലോ, കുറഞ്ഞ വിലക്ക് തന്നെ. അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ഭാഗത്തും ആ ഒരു പീസ് എക്സ്ട്രാ നമുക്ക് ഞൊറിവിട്ട് കൊടുക്കാനുള്ള തുണിയാണ് നമ്മളിപ്പോൾ അവിടെ തയ്ച്ചിട്ടുള്ളത്. സൈഡിലായിട്ട് തയ്ച്ചാൽ നമുക്കധികം കാണൂല ആ തയ്യൽ തുമ്പ് കേട്ടോ. ഇനി ഈ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. അതായത് നമുക്കത് ബട്ടൺസ് വെച്ച് കൊടുക്കാനുള്ള ഭാഗമാണ്. അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കറക്റ്റായിട്ട് തയ്ച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഈ കറക്റ്റ് ഞൊറിവ് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതിങ്ങനെ ഞൊറിവിട്ട് നമുക്ക് കൊടുക്കാം. ഇവിടെയും നമുക്ക് താഴ്ഭാഗത്തും ഒരു ഏകദേശം ഒരു 3-4 ഇഞ്ച് ഞൊറിവ്, 3-4 ഞൊറിവ് ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ചുള്ള ക്ലോത്താണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വരും. ഈ ഒരു രീതിയിൽ നമുക്ക് എന്തായാലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ 2 ഭാഗത്തും നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ മുകളിലുള്ള പീസ്, അതിൻ്റെ നേരെ താഴെ നമ്മൾ ഒരു 3-4 ഞൊറിവിട്ട് തയ്ച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെ അതിലേക്കാണ് നമ്മൾ എക്സ്ട്രാ തുണി എടുത്തിട്ട് അങ്ങനെയും തയ്ച്ച് ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഞെറിവുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗം ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട് പീസ് ഭാഗമാണിത്. ഇനി നമുക്കിതാ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ ഇത്രയും ഭാഗം മടക്കി തയ്ക്കണം. നമുക്ക് ബട്ടൺസും ഹോളും അതൊക്കെ വെക്കാനുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ. അതൊക്കെ നമ്മൾ കണ്ടോ താഴ്ഭാഗത്തൊക്കെ ഇതാ ഇവിടെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിങ് കണ്ടോ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം 4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കി പിന്നെ ആ ഒരു കട്ടിങ്ങിനനുസരിച്ച് കറക്റ്റാക്കി പിടിച്ചിട്ട് നമുക്ക് ഇവിടെ താഴെ നിന്ന് തുടങ്ങി മുകളിൽ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ 2 രീതിയിൽ നമുക്ക് തയ്ക്കാം കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ഈ ഒരു രീതി ഇങ്ങനെ ആദ്യം തന്നെ ആ ഒരു മടക്കി തയ്ച്ചതിന് ശേഷം പിന്നെ ഉള്ളിലേക്ക് മടക്കി തയ്ച്ചാലും മതി. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ബട്ടൺസും ഹോളും വെച്ച് കൊടുക്കാനുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. രണ്ടിലും നമ്മൾ 2 ക്ലോത്തിലും നമുക്കിതുപോലെ തന്നെ ഒന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മൾ ബട്ടൺസും ഹോളും വെക്കാനുള്ള ഭാഗം നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കി തയ്ക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മുകളിലും നമ്മൾ താഴെയൊക്കെ ഒരേ അളവ് കറക്റ്റാക്കി പിടിച്ചതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു മടക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തയ്ക്കാൻ നമ്മൾ ഇതുപോലെ തയ്ച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ 2 ഭാഗം, അതായത് ബട്ടൺസ് ഇടാനുള്ള ഭാഗവും ഹോൾ ഇടാനുള്ള ഭാഗവും നമ്മളിതുപോലെ ഉള്ളിലേക്ക് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് നെക്കാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് മറ്റേ പീസ് നമുക്ക് ഉള്ളിലേക്ക് നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ ചീത്ത ഭാഗം പുറത്തേക്ക് നമ്മൾ തയ്യലിൻ്റെ തുമ്പൊക്കെ അങ്ങനെ കാണണ്ടില്ല. അങ്ങനെ ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നെക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കോളർ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 3 ഇഞ്ചാണ് ഞാനിവിടെ നെക്കിൻ്റെ ഭാഗത്ത് ഷോൾഡറിൻ്റെ ഇവിടെ വിടുത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങോട്ട് നമ്മളൊരു 4 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുക്കാം. അധികം വിടുത്താക്കി വരക്കണ്ട, ഈ ഒരു ഷേപ്പിൽ വരച്ചാൽ മതി. കോളർ ആയതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിന് നെക്ക് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്ത് ബാക്ക് പീസിന് നമ്മളൊന്നും ചെയ്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇനിയിവിടെ ബാക്ക് പീസ് ചെയ്യാനുള്ളത് നെക്ക് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് തന്നെയാണ് നമുക്ക് നെക്കിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള ആ ഒരു നെക്ക് വിടുത്ത് വരുന്നത്. 3 ഇഞ്ച് തന്നെ നമുക്ക് കൊടുക്കാം. താഴേക്ക് നമ്മൾ ഒരു 1.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ടൈറ്റായിട്ട് കിടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് 1.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇവിടെ ഒരു 4 ഇഞ്ച് ഇങ്ങോട്ട് ആക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കാം. ഇനി ഇതും കൂടി നമുക്ക് ബാക്ക് നെക്കാണിത്, അത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇത്രയാണ് ബാക്ക് നെക്കുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് പീസ് ഒന്ന് ഫ്രണ്ട് പീസും ബാക്ക് പീസിൻ്റെയും
ഇത് നമുക്ക് ഷോൾഡർ തമ്മിൽ കൂട്ടി തയ്ച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കാം. നല്ല ഭാഗം കാണുന്ന രീതിയിൽ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ബാക്ക് പീസിൻ്റെ നല്ല ഭാഗം നമുക്ക് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ, ചീത്ത ഭാഗം ഈ കപ്പ് കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ നമുക്ക് ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, കോളറൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. നമ്മളിവിടെ ഷോൾഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ സാധാ തയ്ക്കണ പോലെ നമ്മളൊന്ന് തയ്ച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ കോളറൊക്കെ വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവ് ഇതുപോലെ നമ്മൾ നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ വിരിച്ചിട്ടിട്ട് ഇതുപോലെ സ്ലീവ് വെച്ചിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കാം. എന്നിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവിൻ്റെ എൻഡ് ഭാഗത്ത്, താഴ്ഭാഗത്ത്, സ്ലീവ് റൗണ്ട് ഭാഗത്ത് നമ്മൾ അലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 1/2 ഇഞ്ച് വീതിയുള്ള അലാസ്റ്റിക് ആയതുകൊണ്ട് അതിനനുസരിച്ച് നമ്മളൊന്ന് മടക്കി തയ്ച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ പറഞ്ഞ പോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ താഴ്ഭാഗം ഒരു 1/2 ഇഞ്ച്, ഒരു 3/4 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ അലാസ്റ്റിക് 1/2 ഇഞ്ച് വീതിയുള്ള അലാസ്റ്റിക് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അലാസ്റ്റിക്കിൻ്റെ അളവ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഏകദേശം കണ്ടോ ഇത്ര അളവാണ്. ഒരു നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെ അളവിനേക്കാൾ ഒരു 3-4 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ അലാസ്റ്റിക് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിലൂടെ നമ്മൾ ആ ഒരു മടക്കി തയ്ച്ചിട്ടുള്ള ആ ഗ്യാപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് തയ്ച്ചെടുത്താൽ മതി. ഒന്നും ചെയ്യാനില്ല. അലാസ്റ്റിക് ആകുമ്പോൾ നമുക്ക് ഇനി സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം കറക്റ്റ് ആക്കേണ്ട ആവശ്യം വരില്ല. കാരണം അത് കറക്റ്റ് ആയി കിടക്കുമല്ലോ നമ്മൾ സ്ലീവിൻ്റെ അവിടെ അങ്ങനെ. അപ്പോൾ അവിടുന്ന് നമ്മൾ തയ്ച്ചതിന് ശേഷം നമ്മൾ സ്ലീവ് റൗണ്ട് മുതൽ താഴ്ഭാഗം വരെ 1 ഇഞ്ച് വീതിയിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് താഴ്ഭാഗം കൂടി നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കാം. അത് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. താഴ്ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്. പിന്നെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്തുനിന്ന് താഴെ വരെ 2 ഭാഗത്തും നമ്മൾ ഏകദേശം 1 ഇഞ്ച് 1.5 ഇഞ്ച് വീതിയിൽ തയ്ച്ചാൽ മതി. പിന്നെ ഈ ഒരു ടോപ്പ് നമുക്ക് കുറച്ചൊരു ലൂസായിട്ടായതുകൊണ്ട് അങ്ങനെ ഷേപ്പായിട്ട് കൊടുക്കൊന്നും വേണ്ട. ഞാനൊരു ലൂസ്, ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള കുറച്ച് ലൂസായിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി, ഇതിലെ മെയിൻ പരിപാടി കോളർ ചെയ്യാന്നുള്ളതാണ്. കോളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഹുക്കും ബട്ടണൊക്കെ ഇടാനുള്ള ആ ഒരു അപ്പോൾ രണ്ടും ഒരുമിച്ച് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതൊരു പിൻ ചെയ്ത് വെക്കാം. വെച്ചതിന് ശേഷം ഇതുപോലെ ഷോൾഡർ കൂടിയ ഭാഗവും രണ്ടും ഒക്കെ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് കിട്ടും. 2ആക്കി മടക്കി ഇടാണ് ചെയ്യുന്നത് കേട്ടോ. 2ആക്കി മടക്കിയിട്ടിട്ട് കറക്റ്റ് സെൻറ്റർ ഭാഗം ആക്കണം. നമ്മൾ ഷോൾഡർ കൂട്ടിയ ഭാഗവും ഒക്കെ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ അളവ് കറക്റ്റായിട്ട് കിട്ടും. ഷോൾഡർ കൂട്ടിയ ഭാഗം കറക്റ്റായിട്ട് പിടിച്ചൊന്ന് പിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ബട്ടൺസ് വെക്കാനുള്ള ആ ഒരു ഭാഗവും കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് 2 പിൻ ചെയ്ത് വെച്ചാൽ നമുക്കിനി അളവുകൾ കറക്റ്റായിട്ട് വരും. എന്നിട്ട് ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ എന്ത് ചെയ്യണം, അളവെടുക്കണം. അളവെടുക്കുമ്പോൾ നമുക്ക് 1, 2, 3 പ്രാവശ്യമൊക്കെ അളവെടുക്കാം. കാരണം കറക്റ്റായിട്ട് കിട്ടണം. കോളർ വെക്കുമ്പോൾ നമുക്ക് അളവുകൾ കറക്റ്റായിട്ട് വരണം. ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഒരേ അളവ് തന്നെയാണോ കിട്ടുന്നത് 2-3 പ്രാവശ്യം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ക്യാൻവാസ് 2ആക്കി മടക്കി, അതായത് നമ്മൾ ഡ്രസ്സ് നമ്മൾ 2ആക്കി മടക്കിയിട്ടാണല്ലോ നമ്മൾ അളവെടുത്തത്. അതേപോലെ ക്യാൻവാസും നമ്മൾ 2ആക്കി മടക്കിയതിന് ശേഷം എത്രയാണോ നമുക്ക് ആ 2ആക്കി മടക്കിയ അളവ് കിട്ടിയത്, ആ അളവ് 9 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ അളവ് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് അളന്ന് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ കോളർ വരക്കുമ്പോൾ എപ്പോഴും പേന കൊണ്ട് വരക്കുകയാണ് നല്ലത്, കറക്റ്റ് അളവ് കിട്ടാൻ. നമ്മൾ ചോക്ക് കൊണ്ടാകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ആവും. പേന കൊണ്ടാകുമ്പോൾ നമുക്ക് ആ കറക്റ്റ് അളവ് കിട്ടും കേട്ടോ. എന്നിട്ട് ഇവിടെ ജസ്റ്റ് 1.5 ഇഞ്ചും പിന്നെ ഒരു 2.5 ഇഞ്ച് വീതിയിൽ അങ്ങനെ മൊത്തത്തിൽ 5 എത്ര വരും, 1.5 ഇഞ്ച് 2.5 ഇഞ്ച് 4 ഇഞ്ച് വീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ താഴേക്ക് ഒരു 1.5 ഇഞ്ചും പിന്നെ മുകളിലേക്കൊരു 2.5 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത് കേട്ടോ. കോളറാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. കോളറിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഈ താഴ്ഭാഗം നമ്മൾ 1.5 ഇഞ്ച് എടുത്തു, പിന്നെ 2.5 ഇഞ്ച്, മൊത്തത്തിൽ 4 ഇഞ്ച് വീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആദ്യം 1.5 ഇഞ്ച് പിന്നെ 2.5 ഇഞ്ച് ആ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഈ അടയാളപ്പെടുത്തിയ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ വെച്ച് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം.
ഇതുപോലെ 2 പാർട്ടാക്കിയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 4 ഇഞ്ചാണ്. അതിന് നമ്മൾ 1.5 ഇഞ്ച് 2.5 ഇഞ്ച് എന്നുള്ള രീതിയിൽ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നമ്മൾ ഏകദേശം 1 ഇഞ്ച് വീതിയിൽ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ താഴേക്ക്, അതായത് നമ്മൾ ഇതാണ് കോളറിൻ്റെ ആ താഴ്ഭാഗം വരുന്നത് കേട്ടോ. ഇതുപോലൊരു ഷേപ്പ് ഇട്ട് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഈ 1 ഇഞ്ച് അവിടുന്ന് തന്നെ ഇങ്ങോട്ടും ഈ മുകളിലുള്ള ഇങ്ങോട്ടും നമുക്കൊരു ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കാം. ഇതേപോലെ ഈ ഒരു ആകൃതിയിൽ വേണം വരക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഈ ഒരു ഫോൾഡായി കിടക്കുന്ന ഭാഗത്തിൽ ഒരു 1/4 ഇഞ്ച് താഴേക്കായിട്ട് ഞാൻ അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ ഇങ്ങോട്ട് ഇങ്ങനെ കൂട്ടിയൊരു ഷേപ്പ് ഇട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. കോളറിന് ചെറിയൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോളർ. അതിന് നമുക്കതൊരു തുണിയിൽ ഇങ്ങനെ നമ്മുടെ കോളർ ഏത് ക്ലോത്തിലാണോ കോളർ വെക്കുന്നത് അതിൽ ഇതേപോലെ അയൺ ചെയ്തെടുക്കാം. 2 ക്ലോത്ത് ഉണ്ട്. ഉള്ളിലേക്ക് ഇപ്പോൾ ചീത്ത ഭാഗത്താണ് നമ്മൾ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ മറ്റേ ആ സൈഡിൽ നിന്ന് ഈ സൈഡ് വരെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. താഴ്ഭാഗം അല്ലാത്ത ചുറ്റുഭാഗവും നമുക്കൊന്ന് തയ്ച്ച് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അതായത് അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് നല്ല ക്ലോത്ത് കാണുന്ന രീതിയിൽ മറിച്ച് റെഡിയാക്കി ഇതുപോലെ എടുക്കണം. എടുത്തതിന് ശേഷം ക്യാൻവാസുള്ള ഭാഗം ഞാൻ ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് 1/4 ഇഞ്ച് വീതിയിൽ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ക്യാൻവാസ് ഇല്ലാത്ത ഭാഗത്തെ തുണി എക്സ്ട്രാ ഒരു 1/4 ഇഞ്ച് ഉണ്ടാവും. ആ ഭാഗമാണ് നമ്മൾ നമ്മുടെ ഡ്രസ്സിൽ വെച്ചിട്ട് തയ്ക്കാൻ പോകുന്നത് കേട്ടോ. ക്യാൻവാസ് ഉള്ള ഭാഗത്തുള്ള തുണി നമ്മൾ ക്യാൻവാസിലേക്ക് മടക്കിയിട്ട് 1/4 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ഇപ്പുറം ഭാഗത്തുള്ള ക്ലോത്ത് നമുക്ക് എക്സ്ട്രാ വേണം. അത് നമ്മൾ നമ്മുടെ ക്ലോത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. എന്നിട്ട് ഈ ഒരു കോളറിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു ഭാഗം സെൻറ്റർ ഭാഗം നമ്മൾ മനസ്സിലാവുന്ന പോലെ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്താം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ നെക്കിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗവും നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ചോക്ക് കൊണ്ടൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. 2 നമ്മൾ നേരത്തെ മടക്കിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സെൻറ്റർ ഭാഗം കേട്ടോ. എന്നിട്ട് നമ്മൾ ഡ്രസ്സ് ചീത്ത ഭാഗം കാണുന്ന പോലെയാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഡ്രസ്സ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇതേ രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അടിപൊളിയായിട്ട് കിട്ടും. എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് മെല്ലെ ഇങ്ങനെ പിടിച്ച് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അളവുകൾ തെറ്റാഞ്ഞാൽ നമുക്ക് എന്തായാലും അത് ഒരു കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അപ്പർ സൈഡിലേക്ക് കോളർ മറിച്ച് എടുത്ത് തയ്ക്കാവുന്നതാണ്. ആദ്യം നമ്മൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ചീത്ത ഭാഗത്ത് വെച്ച് തയ്ച്ച് നല്ല ഭാഗത്തേക്ക് ഈ ക്യാൻവാസ് വരുന്ന രീതിയിൽ ഇതുപോലെ വരും. എന്നിട്ട് നമുക്ക് ഈ സൈഡ് മുതൽ കോളറിൻ്റെ അപ്പർ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ കോളറിൻ്റെ കോളർ തയ്ക്കുന്ന വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തയ്ക്കുന്നത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കറക്റ്റ് അളവിൽ തന്നെ നമ്മുടെ കോളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബോയ്സിൻ്റെയൊക്കെ കോളർ പോലെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു കോളർ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോളറിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഡ്രസ്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബട്ടൺസും ഓളും വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ വെച്ച് നമുക്ക് ഊരി ഇടാൻ പറ്റുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ വെച്ചെടുക്കാവുന്നതാണ്. അതല്ല ഞാൻ ചെയ്യണത് എന്താ വെച്ചാൽ ബട്ടൺസും ഭാഗം ഒന്ന് കൂട്ടി തയ്ക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ കോളറിൻ്റെ ഭാഗത ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്താൽ നമുക്ക് സാധാരണ നമ്മൾ ബോയ്സിൻ്റെയൊക്കെ ഷർട്ടിൻ്റെ കോളർ പോലെ തന്നെ നിൽക്കും, അടിപൊളിയായിട്ട് നിൽക്കും. ഇനി നമുക്കിതാ നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചിങ് ആണ്. ഞാൻ ഇതിന് നമ്മൾ ബട്ടൺസ് വെക്കുന്നവർക്ക് ബട്ടൺസ് വെച്ച് ഊരി ഇടാവുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിത് ചെയ്യണത് എന്താ വെച്ചാൽ താഴെ നിന്ന് ഏകദേശം നമ്മുടെ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് പിടിച്ചിട്ട് ഒരു ബട്ടൺസ് ഇട്ട് കൊടുക്കുന്ന പോലെ നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഏകദേശം നമ്മൾ താഴത്തെ ആ ഒരു
ഞൊറിവുണ്ടല്ലോ ഇത്രയും ഭാഗം നമ്മളിങ്ങനെ ഓപ്പൺ ആക്കിയിട്ടിട്ട് ഇവിടെ നിന്നിങ്ങനെ കൂട്ടി തയ്ച്ച് മുകൾ വരെ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എത്രയായാലും അത് ബട്ടൺസ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഇടുമ്പോൾ ഒക്കെ അത് ഊരിപ്പോരും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് മുകളിൽ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ഷോ ബട്ടണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ തുന്നി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതേപോലെ ഇങ്ങനെ ബട്ടണും ഹോളിടുന്ന ആ ഒരു ഭാഗം ഒന്നിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ വെച്ച് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് തയ്ക്കാൻ. എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ ഈ ഒരു ഭാഗം വരെ ഇത്രയും വരെ നമുക്ക് ആ ഒരു രീതിയിൽ തയ്ച്ചെടുക്കാം. താഴേക്ക് കുറച്ചൊരു ഓപ്പണുള്ള രീതിയിൽ തയ്ച്ചെടുത്ത് സെറ്റാക്കി എടുക്കുക. അപ്പോൾ തയ്ക്കുന്നത് എന്തായാലും ഒന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ താഴെ നിന്നാണ് തയ്ച്ച് തുടങ്ങിയിട്ടുള്ളത്. ഇത്രയും ഭാഗമാണ് ഞാൻ വിട്ടിട്ടുള്ളത്. ഏകദേശം ഒരു 5-6 ഇഞ്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെയാണ് വെക്കുന്നത്. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സൈഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തയ്ക്കുന്നത്. ഇതിങ്ങനെ ഓപ്പണായി ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക കറക്റ്റ് ബട്ടൺസൊക്കെ വെച്ച പോലെ തോന്നുക കേട്ടോ. ഇതുപോലെയാണ് വെക്കുന്നത്. ഈ സൈഡും തമ്മിലാണ് നമ്മൾ കൂട്ടി തയ്ക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് വരികയാണ് ചെയ്യണത്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ അപ്പോൾ ഒരു കുറച്ച് ഓപ്പണായി ഇങ്ങനെ നിൽക്കും. ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ട ഈ ഭാഗമൊക്കെ ഇങ്ങനെ തുറന്ന് നിൽക്കുന്ന പോലെ വരും. ഈ ഒരു രീതിയിലാണ് നമ്മൾ മുകൾ വരെ തയ്ച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളത് തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. കോളറൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നല്ല വൈറ്റ് ഷോ ബട്ടണൊക്കെ വെച്ച് ഒന്നും കൂടി ഇതിനെ അടിപൊളിയാക്കി എടുക്കാം. ബ്ലാക്ക് കളർ തന്നെ ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ബാക്ക് പീസ് നമ്മളൊന്നും ചെയ്യുന്നില്ല. കുറച്ച് ഷേപ്പ് നമ്മൾ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഈ ഞൊറിവ് വരുന്നത്. അതുപോലെ തന്നെ സ്ലീവിൽ നമ്മൾ ആ ഒരു എന്താ പറയുക ഇലാസ്റ്റിക് കൂടി വെച്ചതോട് ഈ ഡ്രസ്സിൻ്റെ ഒരു ഭംഗി ഒന്നും കൂടി ഒന്ന് കൂടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡ്രസ്സ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ്. എന്തായാലും ഒന്ന് തയ്ച്ച് നോക്കുക. ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് ഞാനൊന്ന് കാണിക്കാം. മുകളിട്ടിട്ടുള്ള ഒരു ലുക്കാണിത്. ജീൻസിലേക്കോ നമുക്ക് പലാസയിലേക്കോ ഏതിലേക്കോ വെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ലെങ്ത് ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഓക്കെ, എപ്പോഴും നമുക്ക് പെട്ടെന്ന് എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ഇതിപ്പോൾ നമ്മൾ മീഷോയിലോ മിന്ത്രയിലൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റൊക്കെ കൊടുത്ത് നമുക്ക് വാങ്ങണം അല്ലേ. ഇതിപ്പോൾ വളരെ വെറും 200-220 രൂപയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊരു കമൻറ്റ് ചെയ്യണം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എന്തായാലും ഒന്ന് പറയണം കേട്ടോ. മോളുവിന് അത് ഭയങ്കര ഇഷ്ടമായി. കാരണം ഓക്കെ ഇങ്ങനെ ഇത്രയും ലൂസായിട്ട് കിടക്കുന്ന ടോപ്പ് ഒരുപാട് ഇഷ്ടമാണ്. കുറച്ചൊരു ലൂസ് ഉണ്ടാവുന്നത് നല്ല ഇഷ്ടമുള്ള ആളായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടുള്ളത്. അതല്ല നമുക്ക് ഷേപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ഷേപ്പ് ആക്കിയിട്ടും ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. എന്തായാലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.